എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുതിയ വിഭവമാണ്. അത് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം, സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു. പറയുന്നില്ല. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതെന്താണെന്നറിയാലോ, ഇതാണ് നമ്മുടെ കപ്പ. ഇത് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കണേ. വളരെ എളുപ്പത്തിൽ ചെയ്യാം നമുക്കിത്. കണ്ടോ, എത്ര പെട്ടെന്ന് വരുന്നത്. ഇത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അത് ഇങ്ങനെ ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇപ്പോൾ വെള്ളം ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ ഈ കപ്പയുടെ ഇത് ഊറ്റിക്കളയണം. ഇത് സൈനൈഡാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഊറ്റിക്കളയണം കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് ഒന്നും കൂടി ഊറ്റിക്കളയാം, നല്ലതാണ്. അതിന് ശേഷം നമ്മളിതാ അരിപ്പൊടിയുണ്ട്, പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടിയുണ്ട്, പിന്നെ റാഗി പൗഡറുണ്ട് വേറെ പാത്രത്തിൽ. അപ്പം നമുക്ക് ഏതാ ഇഷ്ടമുള്ള വെച്ചാൽ അത് ഗോതമ്പ് പൊടിയുണ്ട്, ഏതാ ഇഷ്ടമുള്ള വെച്ചാൽ അത് ചേർത്തിട്ട് നമ്മൾ പുട്ടുണ്ടാക്കാനാണ് കേട്ടോ. ഇവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചോറ് ചേർക്കുന്നുണ്ട്. ഇത് ഇന്നലത്തെ പഴഞ്ചോറാണ് കേട്ടോ. ഇത് ഞാൻ ഇത്തിരി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മൾ ഈ കപ്പ ഗ്രേറ്റ് ചെയ്ത് കപ്പ ഇട്ടു ഇതിൽ പച്ചക്കപ്പ നന്നായിട്ട് നമ്മളത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ടർന്നാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഉണ്ടാക്കാൻ തയ്യാറായി. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. നല്ല ഒന്നാന്തരം പുട്ടുണ്ടാക്കാം നമുക്ക്. കപ്പപ്പുട്ട്, പച്ചക്കപ്പപ്പുട്ട്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റാണിത്. ആ പുട്ട് കൊണ്ട് കപ്പയുടെ ആ ടേസ്റ്റ് വരുമ്പോൾ നമുക്കിത് ഇഷ്ടപ്പെടും. ഇതിന് കടലക്കറിയോ അല്ലെങ്കിൽ ബീഫോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചാൽ അത് മീൻകറിയോ എന്ത് വേണമെങ്കിലും നമ്മൾ സാധാരണ പുട്ട് കഴിക്കണ മാതിരി തന്നെ കഴിക്കാം. പിന്നെ എനിക്കിതിൽ പഞ്ചസാര ഇട്ട് കഴിക്കാനാണ് ഇഷ്ടം കൂടുതലും. ഇവിടെ ഇപ്പം എനിക്കിന്നുള്ളത് പഴമുണ്ട്. പിന്നെ ഞാൻ മിക്കവാറും പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കും. എനിക്ക് അതാണ് ഇഷ്ടം. നല്ല പൊടിയുമായിട്ട് പഞ്ചസാര കിട്ടില്ല, അത് ഇട്ടിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നല്ലോണം തേങ്ങ ഇടണം കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുക്കണം. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കി കഴിഞ്ഞാൽ പാകമായി. ഞാനിത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ഡർന്നാക്കിയാൽ മതി. ഓക്കെ. ഇതില്ല ചേട്ടാ, വോൾട്ടേജ് ഒട്ടുമില്ല. അതെ, വോൾട്ടേജ് ഒട്ടുമില്ല കേട്ടോ, അതുകൊണ്ട് സൗണ്ട് ഇല്ല. ഞാൻ ഒരു പ്രാവശ്യം കറക്കി ആയോന്നറിയില്ല, നോക്കട്ടെ. ആയിട്ടില്ല. അപ്പം ഇനി ഞാൻ കറക്കുന്നില്ല. കറക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതാ കപ്പപ്പുട്ട് ഞാനിതിവിടെ കുത്താൻ പോകുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കപ്പപ്പുട്ട്. പഴം കൂടി ഇട്ടു. ഞങ്ങളിന്ന് കഴിക്കാൻ പോകുന്നത് കപ്പയും പുട്ടും പഴമാണ് കേട്ടോ. അടുത്ത കുറ്റി ഞാൻ വെക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതാ ഞാനിത്
കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പഞ്ചസാരയാണ് ഞാൻ ചേർത്തത്. പഴമുണ്ട്, പഴം ഞാൻ വെറുതെയാണ് കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കണം. പച്ച കപ്പ, വേവാത്ത കപ്പ ഉണ്ടെങ്കിൽ നമ്മൾ കളയല്ലേ ചെയ്യാം. ഞാൻ കളയുക ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ അരിഞ്ഞെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി ഉണക്കക്കപ്പ ഉണ്ടാക്കി. അതെനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല ഉണക്കക്കപ്പ. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് ഇടും. ഇതിപ്പോൾ ഇങ്ങനെ ഇത് കണ്ടുപിടിച്ച കാരണം എനിക്കിഷ്ടമാണ്. ഇത് നമ്മൾ വെന്തില്ലെങ്കിലും നമ്മൾ ഇതേമാതിരി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ പുട്ടുണ്ടാക്കാം. വേറെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം അതിൽ. സാധാരണ പുട്ടിനെക്കാട്ടൊക്കെ നല്ല ടേസ്റ്റാണ്.